നമ്മൾ സ്വന്തമായിട്ട് വീട് ബിൽഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത വീട് വാങ്ങുമ്പോഴോ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് മിനിമലൈസ് ചെയ്ത് നിർത്തുകയും വേണം, കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതൊരു ആർട്ടായിട്ട് മാറുന്നത്. അതിനോട് 100% നീതി പുലർത്തിയിരിക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഇത് വരുന്നത് കളമശ്ശേരി HMT ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കളർ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളറാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. 5 വില്ലകൾ വരുന്നൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. എല്ലാത്തിനും നെയിം ബോർഡ് വരുന്നുണ്ട്, സോളാർ ലൈറ്റുകൾ വരുന്നുണ്ട്. മൊത്തത്തിൽ ധാരാളം പ്ലാൻസുകൾ കൊടുത്ത് തന്നെയാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കോമ്പൗണ്ടിനകത്തേക്ക് വന്നു. കോബിൾ സ്റ്റോൺ ആണ് പാർക്കിംഗ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് പ്ലാൻസ് വരുന്നുണ്ട്. താഴെ റിവർ സ്റ്റോൺ വിരിച്ചിരിക്കുകയാണ്. ഈ റിവർ സ്റ്റോൺ നേരെ സെറ്റ് ബാക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വശങ്ങളിലായിട്ട് റിവർ സ്റ്റോൺ തന്നെയാണ് പാകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. 2 വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വശങ്ങളിലെല്ലാം റിവർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സുകൾ വരുന്നുണ്ട്, ധാരാളം പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭാഗം വരുന്നത് അടുക്കളയിലേക്ക് പോകുന്ന, അതായത് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിലും റിവർ സ്റ്റോൺ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. നല്ല വെല്ല് വരുന്നുണ്ട്. അപ്പം ഇത് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വെല്ല് വരുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നേരെ നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സ്റ്റെപ്പിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് ഭംഗിയായിട്ടാണ് നോക്കി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫാൾ സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ടെക്സ്ചർ PVC ലാമിനേഷനാണ് വന്നുള്ളത്. അത് പോർച്ചിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. അത് നേരെ കയറി വരുന്ന സിറ്റ് ഔട്ടിലേക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ കയറി വരുന്ന ആദ്യം കാണുന്നത് ഈ പെർമനൻറ്റ് ഗ്ലാസ് ആണ്, ടഫൻഡ് ഗ്ലാസ് ആണ് വന്നുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്. ഡോറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിൽ പോലും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡോർ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അതും വെസ്റ്റിലേക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. നല്ലൊരു ഡബിൾ ഹൈഡഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്. ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ഒരു മാറ്റ് റഫ് ടൈലാണ് വന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഡബിൾ ഹൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാൾ സീലിംഗ് വർക്കാണ് കാണുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും വാം LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഫിൻ്റെ ഡിസൈനിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പെർമനൻറ്റ് ഗ്ലാസ്സുകൾ വരുന്നുണ്ട്. അതിന് ബ്ലൈൻഡ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിൻഡോസ് എല്ലാം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഭംഗിയായിട്ട് കടന്നു വീഴുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോർട്ട്യാർഡിലേക്ക് വരാം. ഈ ലിവിങ് സ്പേസിൽ നിന്ന് ഒരു വ്യൂവും കൂടി കിട്ടുന്നുണ്ട്. പെർമനൻറ്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് തന്നെയാണ്. ഇതിനും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് വരാം. ടീക്ക് വുഡിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം വുഡിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ടൈലിൻ്റെ പാറ്റേൺ വരുന്നുണ്ട്. നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത്. അതിൽ നിന്നും ഒഴുകി വീഴുന്ന രീതിയിലാണ് വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുള്ളത്. മേലെ ടഫൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ചെടികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാട്ടർ ഫൗണ്ടനോട് കൂടിയ കോർട്ട്യാർഡ് തന്നെയാണ്. അത് കൂടാതെ തന്നെ ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിലേക്കും പോകുന്ന എൻട്രൻസിൻ്റെ മിഡിലിനായിട്ട് നല്ലൊരു കോർട്ട്യാർഡ് വേറെയും വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് അപ്പർ ലിവിങ് സ്പേസും
ബാൽക്കണിയിലേക്ക് പോകുന്ന കോറിഡോറിനും മിഡിലായിട്ടാണ് ഈ സ്പേസ് വന്നുള്ളത്. ഭംഗിയായിട്ട് അതിനെയും കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ടൈലിൻ്റെ പാറ്റേൺ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൻ്റെ കളർ പാറ്റേണും ഒരു മാറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഭംഗിയും കൂടിയാണ്. നേരെ നമുക്ക് ടി വി യൂണിറ്റിലേക്ക് വരാം. നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ടി വി ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പവർ സ്വിച്ച് വരുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം വന്നിരിക്കുന്നത് L&Tയുടെ പ്രീമിയം സ്വിച്ചസ് തന്നെയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിനറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസിലാണ്. ഡൈനിങ് സ്പേസിൽ പ്രത്യേകത എന്ന് പറയുന്നത് വലിപ്പമുള്ളൊരു കോക്കറി ഷെൽഫാണ്. നല്ല ഭംഗിയിൽ അതിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു വുഡിൻ്റെ പ്രൊഫൈലാണ് അതിലും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫാനും വരുന്നുണ്ട്. ഇവിടെയും ഒരു കോർട്ട്യാർഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഡൈനിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു കോർട്ട്യാർഡും കൂടിയാണ്. പെർമനൻറ്റ് ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പുറത്തേക്ക് വരാം. ഡൈനിങ്ങിന് വെളിയിലായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. അത് പ്രാക്ടിക്കലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ജംഗ്ലി ഡിസൈൻ വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈലും നല്ല ഭംഗിയുള്ളൊരു ടൈൽ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം റിവർ സ്റ്റോൺ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ടഫൻഡ് ഗ്ലാസും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണായിട്ടാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടറിൽ തന്നെ ഇവിടെയും സ്പേസ് ഉണ്ട്. അപ്പോൾ ക്രോക്കറി ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാർ ചെയറോ ബാർ സ്റ്റൂളോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേരെ കിച്ചണിലേക്ക് വരാം. ഒരു ഓക്ക് വുഡ് ഡിസൈനിലുള്ള ഒരു ടൈൽ പാറ്റേണാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ വാം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയും കൂടിയുണ്ട്. ഐലൻഡ് കിച്ചനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫാബർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ളൊരു ഹോബ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യഥേഷ്ടം കബോർഡുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. താഴെയെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അക്വറിലേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ഹാൻഡ് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പം സിങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ഡിസൈനിലുള്ള സിങ്ക് തന്നെയാണ് വന്നുള്ളത്. ഇങ്ങനെ നമുക്ക് ഫ്ലഷ് ചെയ്യാനും കട്ടിംഗ് പാഡ് അടക്കമായിട്ടാണ് വരുന്നത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു സിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ അതേ ടൈൽ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് പവർ പോയിന്റുകൾ ധാരാളം വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നാനോവൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്യാം. പക്ഷേ എയർ പാസേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറും കൂടിയാണ്. പിന്നെ നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിന് ചേർന്ന് തന്നെയാണ് DB യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. L&Tയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 ഫേസ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നല്ലൊരു കിങ് സൈസ് കോട്ട് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ പ്രൊഫൈൽ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. AC-യുടെ പോയിന്റ് വരുന്നുണ്ട്. വിൻഡോസുകളെല്ലാം ബ്ലൈൻഡ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു വിൻഡോസ് ഇവിടെയും വരുന്നുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാർഡ്രോബ്സ് നല്ല ഭംഗിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വുഡിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. നേരെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വരാം. അതായത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയ ബാത്റൂമാണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടറോട് കൂടി ഇത് വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇനി ഷവർ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിഫോൺ ഷവറും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. താഴത്തെ ടൈല് മാറ്റാണ്. ഭിത്തി വന്നിരിക്കുന്നതും മാറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടിനും ടൈലിനൊരു കളർ വേരിയേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ടവൽ ട്രാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം വരുന്നത് ഹിന്ദുവിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ്. നല്ല ഫൈബർ ഡോർ തന്നെയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്.
സ്റ്റെയർ വന്നിരിക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തമായുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ടീക്കൂട്ടിൽ തന്നെ, അത് സ്റ്റീലിൻ്റെ ഫ്രെയിമിലാണ് ടീക്കൂട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് ആണിത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. പെബിൾസ് എല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയാവുകയും ചെയ്യും. നേരെ ഇനി മേലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് ആണ്, ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാം. നല്ല ഭംഗിയുള്ളൊരു പെർമനൻറ്റ് വിൻഡോസ് ആണ് വന്നുള്ളത്. ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. കയറി വരുന്ന ഇരുവശങ്ങളിലുമായിട്ടാണ് ആ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. ഈ കാണുന്നതാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ. അതിൻ്റെ കളർ പാറ്റേൺ, അതായത് ടൈലിൻ്റെ പാറ്റേൺ ഫുള്ളായിട്ടാണ് സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെയും വേണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റുകൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. മേലെയായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ലിവിങ് സ്പേസിൽ നിന്ന് വരുന്ന ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. 12x10 ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് 12 അടി നീളവും 10 അടി വീതിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഗ്ലോസി ഡിസൈനാണ് വന്നുള്ളത്. അതും അക്രലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡിൻ്റെ ഹാൻഡിലൊക്കെ ആയിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പ്രധാന ഡോറിന് ഫ്രണ്ടിൽ എല്ലാത്തിനും ഒരു പാൻഡിങ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എല്ലാം വിനറിൽ തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. നല്ലൊരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ, ടെലിഫോൺ ഷവർ, റെയിൻ ഷവർ, നല്ലൊരു വാഷ് കൗണ്ടറോട് കൂടി തന്നെ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 13 അടി നീളവും 12 അടി വീതിയുണ്ട്. അപ്പം നല്ല സൈസുള്ള ബെഡ്റൂമാണ്. മാത്രമല്ല ഒരു കോട്ടും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വലിയ വിൻഡോസ് തന്നെയാണ്. സെയിം പാറ്റേണിലുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടിയിട്ടുള്ളത്. അതായത് താഴത്തെ സെയിം പാറ്റേണിലുള്ള ബെഡ്റൂം തന്നെയാണ്. വാൾഡ്രോബ്സിൻ്റെ കളർ പാറ്റേണിൽ മാത്രമാണ് മാറ്റം വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. കൺസീൽഡ് ഫ്ലഷ് വാൽവ് വിത്ത് ഡൈവേർട്ടർ, ടെലിഫോൺ ഷവർ, റെയിൻ ഷവറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വാഷ് കൗണ്ടറിലായിട്ടൊരു സ്പോട്ട് LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടി. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. കിച്ചണിൽ മേലെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ടൈൽ പാറ്റേണും ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാം, പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻറ്റ്, വേസ്റ്റ് ലൈൻ, മേലെ ഒരു ഫാൻ്റെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലാസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബെഡ്റൂമായിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഭാഗമാണത്. നല്ല സ്ട്രോങ് ആയിട്ട് ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം പാദം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം വരുന്നുണ്ട്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ് സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗമാണ് ബാൽക്കണി. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടൈൽ പാറ്റേണും ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ടഫിൻ്റെ ഗ്ലാസ് ആണ് വന്നുള്ളത്. ഹാൻഡിൽ വന്നിരിക്കുന്നത് ടീക്കൂട്ടിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അത് സ്ക്വയർ ട്യൂബിനകത്ത് ടൈലാണ് പാകിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അതും സെറ്റ് ചെയ്തിരിക്കുകയാണ്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരി മെട്രോ സ്റ്റേഷനോട് വളരെ അടുത്ത് വരുന്ന നല്ലൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3+ ആണ്. അതും 2000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 സെൻറ്റ് 600 ലിങ്സ് ലാൻഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,10 ലക്ഷം രൂപയാണ്. അതും ആസ്കിംഗ് പ്രൈസ് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.